നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ പഠിച്ചാലോ? ഓണമൊക്കെ വരെയല്ലേ, അപ്പം നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ശർക്കര 2 കപ്പ് വെള്ളത്തിൽ അടുപ്പിൽ വെച്ച് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്ത് അത് തണുക്കാൻ വച്ചതിന് ശേഷം നമുക്ക് ചവ്വരി വെള്ളത്തിലിട്ട് അതിന് വേവിച്ചെടുത്ത് വെക്കാം. വേവിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ അട എടുത്ത് ഒരു കുക്കറിൽ വെള്ളം ചൂടാക്കി അതിൽ അട തട്ടി ഒരു വിസിലടുപ്പിച്ചതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഉരുളിയെടുത്ത് ആ ഉരുളിയിൽ നെയ്യ് വീത്തി അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് കോരിയെടുത്ത് വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അട തണുത്തിട്ടുണ്ടാവും. അതിനെ തുറന്ന് തണുത്ത വെള്ളം വീത്തി വെള്ളമെല്ലാം വാർന്നു പോകാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത നെയ്യിലോട്ട് നമ്മുടെ ശർക്കരപ്പാനി അരിച്ച് വീത്താം. ശർക്കരപ്പാനിയിൽ ഒരുപാട് അഴുക്കുണ്ടാവും, അതുകൊണ്ട് അരിച്ച് തന്നെ എല്ലാവരും വീത്തണം. ശർക്കരപ്പാനി അരിച്ച് വീത്തിയതിന് ശേഷം നന്നായിട്ട് അത് തിളച്ച് കുറുവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറുവി വന്നതിന് ശേഷം അടയിട്ട് അടയെ നന്നായിട്ട് ഇളക്കി ശർക്കരയും അടയും കൂടെ നന്നായിട്ട് മിക്സായി വറ്റിച്ചെടുക്കണം. അടയിൽ ശർക്കര നന്നായിട്ട് പിടിച്ചാൽ മാത്രമേ പായസത്തിന് അടപ്രഥമന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് അത് ഇളക്കി കുറുവി ശർക്കര മധുരം എല്ലാം പിടിച്ച് വരാൻ കണക്കിന് ഇരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ചവ്വരി ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത് മധുരം എല്ലാം അതിൽ പിടിക്കുന്ന കണക്കിന് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുവി വന്നാലേ അടപ്രഥമന് കളറും ടേസ്റ്റും ഉണ്ടാവുള്ളൂ. നന്നായിട്ട് കുറുവി വന്നതിന് ശേഷം നമുക്ക് 2 കവർ പാല് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതിലോട്ട് വീത്തി കൊടുക്കാം. 2 കവർ പാല് വീത്തി നന്നായിട്ട് ഇളക്കി അതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ പാല് തിളയ്ക്കാനും പാടില്ല, തിളച്ചാൽ അടപ്രഥമൻ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തിളയ്ക്കാതെ തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അത് കഴിഞ്ഞ് നന്നായിട്ട് വറ്റി കുറുവി വന്നതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ 1 കവർ പാലും കൂടെ വീത്തി കൊടുക്കുക. അത് ഇതുപോലെ തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങയില്ലേ, അതെല്ലാം കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിട്ടതിന് ശേഷം നമ്മുടെ ഇഞ്ചി, ഏലക്ക, പിന്നെ ഒരു സ്പൂണല്ല, ഒരു പൊടിക്ക് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഏലക്ക മാത്രം പൊടിച്ച് ചേർത്താലും മതി. ജാറിലോട്ട് കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതും കൂടെ മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഓണത്തിന് ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അതിലേക്ക് ബൈ.